ഹായ്! ഇന്നത്തെ റെസിപ്പി കോഴിക്കോട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതിൻ്റേതാണ് കേട്ടോ. ഞാനിതാ ഇപ്പോൾ 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ തലഭാഗവും ചിറകും ഒക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാം. ദാ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ദാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് അതൊന്ന് പച്ചമണം മാറുമ്പോൾ 2 പച്ചമുളക്, 3 ഉള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇത്ര ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴന്ന് വന്നാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടോ. ജീരകപ്പൊടി ചെറിയ ജീരകമാണ്. കുറച്ച് കറിവേപ്പിലയും ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കൂന്തൽ കട്ടാക്കുമ്പോൾ മാറ്റി വെച്ച ചിറകിൻ്റെയൊക്കെ പീസ് ചെറുതാക്കി നുറുക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതും കൂടെ വെച്ചിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്കാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തേങ്ങ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നേരത്തെ ക്ലീൻ ആക്കിയ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് കുത്തി നിറച്ചിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല, ഒരൊത്ത രീതിക്ക് അതിലേക്കൊന്ന് ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലുള്ള ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിളോ അങ്ങനെ എന്തെങ്കിലും സംഭവം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ട് ഒന്ന് ആവിക്ക് 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അധിക സമയം ആവിക്ക് വേവിച്ചാൽ അത് ചുരുങ്ങി ചെറുതായി പോകും. അതുകൊണ്ട് 3-4 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ മിക്സാക്കി വെക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂന്തലുണ്ടല്ലോ, കണ്ടില്ലേ, കൂന്തൽ വേവുമ്പോഴേക്കും ചെറുതായി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറഞ്ഞ വേവിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇനി ഈ മസാല കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കണമെന്നില്ല, കുറഞ്ഞ ഓയിലിൽ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് ഫ്രൈ ആക്കുമ്പം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരടപ്പ് വെച്ച് അടച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.